ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഷഹല ഷഹബാൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് സ്കെയിലിംഗ് അഥവാ ഡെൻ്റൽ ക്ലീനിങ്ങിനെ പറ്റിയാണ്. മിക്കവാറും എല്ലാവർക്കുമുള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ക്ലീനിങ് മൂലം പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും സ്കെയിലിംഗ് നിങ്ങളുടെ പല്ലിൻ്റെ ഏറ്റവും പുറത്തെ ആവരണമായ ഇനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാക്കുന്നില്ല. മറിച്ച് പല്ലിനു ചുറ്റും മോണയ്ക്ക് താഴെയുമൊക്കെയുള്ള ഡെപ്പോസിറ്റ്സ് അഥവാ കാൽക്കുലസിനെ നീക്കി മോണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഒത്തിരി ഡെപ്പോസിറ്റ്സ് ഉണ്ടായിട്ടും ക്ലീൻ ചെയ്യാൻ വിമുഖത കാണിച്ചാൽ സംഭവിക്കുന്ന കാര്യം, ഈ കട്ട പിടിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ്സിന് താഴെയുള്ള എല്ലും മോണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലോട്ടും അവസാനം പല്ല് നഷ്ടപ്പെടുന്നതിലോട്ടും എത്തും. ക്ലീനിങ് ചെയ്യുന്നതിനിടയ്ക്ക് ചില രോഗികളെങ്കിലും പറയുന്ന കാര്യമാണ്, ഡോക്ടറെ പല്ല് പൊടിയുന്നുണ്ടല്ലോ, പൊടിഞ്ഞ് വായിലേക്ക് വീഴുന്നുണ്ടല്ലോ എന്നുള്ളത്. ഒരിക്കലും ക്ലീനിങ് മൂലം പല്ല് പൊടിയില്ല, മറിച്ച് ഈ പൊടിഞ്ഞു വീഴുന്നത് നിങ്ങളുടെ പല്ലിലെ ഡെപ്പോസിറ്റ്സ് ആണ്. ഇനി മിക്കവാറും എല്ലാവർക്കുമുള്ള മറ്റൊരു പരാതിയാണ് ക്ലീനിങ് കഴിഞ്ഞ് അനുഭവപ്പെടുന്ന പുളിപ്പ്. ഈ പുളിപ്പ് നോർമലാണ്. ഒരു 4 to 6 വീക്സ് വരെ പുളിപ്പ് അനുഭവപ്പെടാം. ഇത് കുറയ്ക്കാനായിട്ട് സെൻസോഡൈൻ പോലുള്ള ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പുളിപ്പിന് കാരണം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് ഇരിക്കുന്നത് മൂലം പല്ലിന് ചുറ്റുമുള്ള എല്ല് നഷ്ടപ്പെടുകയും മോണ വേരിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുന്നതും ആണ്. അഴുക്ക് കട്ട പിടിച്ച് ഒരു മറയായി നിൽക്കുന്നത് കാരണം വേരിൻ്റെ പ്രതലത്തിൽ വെള്ളം തട്ടില്ല. അതുകൊണ്ടുതന്നെ പുളിപ്പോ മറ്റു പ്രശ്നങ്ങളോ ആദ്യം രോഗിക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ക്ലീനിങ്ങിന് ശേഷം ഡെപ്പോസിറ്റ്സ് നീങ്ങി വേരുഭാഗം എക്സ്പോസ്ഡ് ആവുന്നു. ഇതാണ് പുളിപ്പുണ്ടാവുന്നത്. പാരമ്പര്യമായി മോണരോഗമുള്ളവർ, പുകവലിക്കുന്നവർ, പ്രമേഹമുള്ളവർ എന്നിവരിൽ മോണരോഗത്തിൻ്റെ വ്യാപനം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇവർ ഏറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 6 മാസത്തിലൊരിക്കൽ ക്ലീനിങ് നിർബന്ധമായും ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിനും സഹായിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, വായിലുണ്ടാവുന്ന ഉണങ്ങാത്ത മുറിവുകൾ, അതുപോലെ തന്നെ നാവിലും കവിളിൻ്റെ ഉൾഭാഗത്തുമൊക്കെ ഉണ്ടാകുന്ന ലീഷൻസ് അഥവാ പ്രീ ക്യാൻസറസ് ലീഷൻസ്, ഇവയൊക്കെ ആരംഭത്തിലേ കണ്ടെത്താൻ 6 മാസം കൂടുമ്പോൾ കൃത്യമായി ക്ലീനിങ് ചെയ്യുന്നത് സഹായിക്കും. ഇനി സ്കെയിലിംഗ് അഥവാ ക്ലീനിങ് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി, അടുത്ത 48 to 72 hours സോഫ്റ്റ് ഡയറ്റ് പ്രിഫർ ചെയ്യുക. രണ്ടാമതായി, ആൽക്കഹോളിക് ഡ്രിങ്ക്സും സ്പൈസി ഫുഡ്സും മോണ ഹീലാകുന്നത് വരെ ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമതായി, അടുത്ത 72 hours ടൊബാക്കോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇത് മോണയുടെ ഹീലിംഗ് സാവധാനത്തിലാക്കും.